സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഒരുക്കിയ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയും. I'm not aware if any invitation has come to the Raj Bhavan, but I know for sure that if any invitation will come, I may be anywhere, they will inform me. So I have not received any information. I'm not aware if any invitation. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, വീണ്ടും ഗവർണർ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ്. എന്താണ് പറയുന്നത് അദ്ദേഹം? ശരത് ലാൽ, സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപണം ഉന്നയിക്കുകയാണ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാർ ഒരുക്കിയ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നാണ് ഗവർണർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏത് രീതിയിലാണ് ശരത് ലാൽ? സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ് തൻ്റെ ഓഫീസിലും ഇത് സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കുമായിരുന്നു. താൻ ഡൽഹിയിലായിരുന്നു. ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ പങ്കെടുത്തേനെ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനും സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത അമർഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 75ാമത്തെ വാർഷിക ദിനത്തിൽ പോലും തന്നെ ഒഴിവാക്കുന്നു എന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിൽ തുടർ പ്രതികരണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ മുനമ്പം സമരപന്തൽ സന്ദർശിക്കാനടക്കം അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും ഇന്ന് ഭരണഘടനയുടെ 75ാം വർഷത്തിൻ്റെ ആഘോഷ പരിപാടികളിൽ തന്നെ ബോധപൂർവം ഒഴിവാക്കപ്പെട്ടു എന്ന ഒരു വിശകലനത്തിലാണ് അദ്ദേഹമുള്ളത്. ഏതായാലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരിപാടിക്ക് വിളിച്ചില്ല എന്നത് അദ്ദേഹത്തിന് തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി തോന്നി എന്ന് വേണം നമുക്ക് കരുതാൻ. ശരി ശരത് ലാൽ.